പത്തനാപുരത്ത് പുക, ചൂട്, പൊള്ളൽ, എന്തോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് 2-3 ദിവസമായി പത്രത്തിൽ വാർത്തയായിരുന്നു. ഒടുവിൽ ഇന്ന് മാതൃഭൂമിയും കേരള കൗമുദിയും അടക്കമുള്ള മുഖ്യധാരാ പത്രങ്ങൾ കാണാത്ത സാഹചര്യത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെ കണ്ടു, ഭാര്യ ഫോണിൽ വിളിച്ചു, സഹോദര ഭാര്യ മുൻ DGP ശ്രീലേഖ IPS വിളിച്ചു, പിങ്ക് പോലീസ് എത്തി, ഫോൺ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു, നിലവിളിച്ചു, നാട്ടുകാർ കൂടി, പത്തനാപുരം NSS യൂണിയനിൽ നിന്ന് പുറത്താക്കണം തുടങ്ങിയ വാർത്തകൾ അല്പാൽപമായി ഈ കുക്കറിൽ നിന്ന് വരുന്നത് പോലെ എന്ന് പറയുന്ന ശബ്ദം പോലെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഇന്ന് മുതൽ ഏതാണ്ട് ആ വാർത്തയുടെ മൂടി തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ വളരെ സഹതാപത്തോടെ ഓർത്തുപോയത് കാലത്തെക്കൊണ്ട് തന്നെ സത്യം എന്ന ഖുർആനിൻ്റെ വചനമാണ്. കാലത്തെക്കൊണ്ട് തന്നെ സത്യം എന്ന് വെച്ചാൽ ഓരോ കാലവും മാറിയും തിരിഞ്ഞും വരുമ്പോൾ അവസാനം സ്വന്തം കാലനായി കാലത്തെക്കൊണ്ട് തന്നെ വിധി എഴുതിച്ച് അങ്ങനെ ആകേണ്ടി വരുന്ന ഒരാളിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു പോയത്. എത്രമേൽ കാപഢ്യത്തോടെയാണ്, എത്രമേൽ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളോടും വളരെ പ്രകടമായും പരസ്യമായും പ്രതികരിച്ചത്. അക്കാര്യത്തിൽ മുകേഷ് എത്രയോ ഭേദമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം മുകേഷിനോട് ചില കാര്യങ്ങളിൽ പ്രതികരണമെടുക്കാനായി പത്രക്കാർ ചെന്നപ്പോൾ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, ഞാൻ എന്തു പറഞ്ഞാലും അത് നിങ്ങൾ വളച്ചൊടിക്കും, എന്നെ ട്രോളും, എന്നെ തെറി പറയും എന്ന് പറഞ്ഞ് തനിക്ക് മേൽ അങ്ങനൊരു നിഴലുണ്ട് എന്ന ബോധ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യമുണ്ടെന്ന ഉള്ളിലെ തോന്നൽ കൊണ്ട് അദ്ദേഹം ഒഴിവായി. പക്ഷേ ഈ മനുഷ്യൻ എത്ര നാളായിട്ടാണ് അഭിനയിക്കുന്നത്? എത്ര നാളായി? കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടോളൂ. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? ഉണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാൾ പുറത്താൻ പറയൂ, ഞങ്ങളെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു തവണ ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? ഉണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് ഞങ്ങൾ പുറത്താക്കി. എൻ്റെ ഗണേശ, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും അങ്ങൊന്ന് ശ്രദ്ധിക്കണ്ടേ? നമ്മൾ സാധാരണ ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന കാലത്ത് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആളിനെ സ്നേഹിക്കുന്നതിനോ ബന്ധപ്പെടുന്നതിനോ ഒന്നും യാതൊരു വിഷയമില്ല. പക്ഷേ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്താ അറിയോ? ഇത് ഒരേ സമയം അലങ്കാരവും അനുഗ്രഹവും വലിയ സന്തോഷവുമായി ഉപയോഗിക്കുകയും അതേസമയം മറ്റുള്ളവർക്കെതിരെ ആയുധമായും ബ്ലാക്ക് മെയിലിങ്ങിനായും ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിലെ എല്ലാവരും പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം. എത്രയോ മനുഷ്യരെയാണ് ഇത് വെച്ച് താങ്കൾ പൂട്ടിയത്, അപമാനിച്ചത്, കളിപ്പിച്ചത്, നേടിയത്. എന്നിട്ടൊന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വലിയ മോഷണക്കാരൻ പോലും ഒരു ഘട്ടത്തിൽ മോഷണം അവസാനിപ്പിക്കുന്നവരുണ്ട്. വലിയ പുകവലിക്കാർ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് 10-25 കൊല്ലം വലിച്ചു കഴിഞ്ഞ് നിർത്തുന്ന ആളുകളുണ്ട്. പക്ഷേ താങ്കൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ മുഴുവൻ, യാത്രകളിൽ മുഴുവൻ വേട്ടയാടിയ ഒരായുധം, ഒരാരോപണം അല്ലെങ്കിൽ ഒരു സത്യം, അതിൽ നിന്ന് വീണ്ടും മോചിതമാകാതെ നമ്മൾ സാധാരണ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറയുന്നത് പോലെ വീണ്ടും ഉറക്കെ 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 എന്ന് പറയുന്ന ഒരു സംഗതി എത്ര യുക്തിരഹിതവും ഔചിത്യമില്ലായ്മയും അധാർമികതയുമാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, മനുഷ്യൻ ഇത്തരം സഹജമായ സാഹചര്യങ്ങളിലൊക്കെ സ്നേഹബന്ധങ്ങൾക്കിടയിൽ പെടുന്നവരും സംഭവിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അത് ഒരേ സമയം ആയുധമാക്കുകയും വളരെ തെരുവുകളിലൊക്കെ ഇതിനെതിരെ ഘോരാഘോരം പ്രസംഗിക്കുകയും വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരിൽ നിന്നുണ്ടാകുന്ന സംഗതികളെപ്പോലും ഇതൊക്കെ ചെയ്യുമ്പോൾ 10-60 വയസ്സും എത്രയോ 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 കഴിഞ്ഞു. ഇനി അത് മാത്രമല്ല, പുള്ളിക്ക് ഇത് തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ എന്തിനാണ് പേരിനൊരാളിനെ വെറുതെ അതിനെയും കൂടെ വലിക്കുന്നത്? ആ പദവി അങ്ങ് ഒഴിവാക്കിയാൽ പോരെ? ഭാര്യ ഇല്ലാതെ തനിച്ചങ്ങ് ജീവിക്കുക. എന്നിട്ട് പറയാമല്ലോ, പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി കേരള കോൺഗ്രസ് B മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രവും എൻ്റെ അച്ഛൻ മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി ഞാൻ പോരാടുന്നതിന് വേണ്ടി ജീവിതം തന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൂടെ? കഷ്ടം, വളരെ വളരെ കഷ്ടം, അത്രമാത്രം.